ഈ പെണ്ണ് നമ്മൾ ഉള്ളിൽ അവൾ കയറിയതിന് ശേഷം നമ്മൾ കുറച്ച് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവളുടെ ഫ്ലൈറ്റ് പോയിട്ട് നമ്മൾ തിരിച്ചു പോരുന്നുള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് നമ്മൾ കുറച്ച് ഫ്ലൈറ്റൊക്കെ പോകുന്നതൊക്കെ കുറേ നേരം നോക്കിയൊക്കെ നിന്നു, കുറേ വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം ഞാനും അമലോട്ടും ബോറടിച്ചപ്പം കുറേ കോമഡി ക്ലിപ്സൊക്കെ ഇരുന്ന് കണ്ടു. അടിപൊളിയായിട്ടുള്ള കുറേ കോമഡി ക്ലിപ്സ്, എനിക്കൊന്ന് കാക്കുയിലാന്ന് തോന്നുന്നു, കുറേ കോമഡി ഉണ്ടല്ലോ ഇതിനകത്ത്, അത് കുറേ നേരം ഇരുന്ന് കണ്ടു. അതിനുശേഷം അവളുടെ ഫ്ലൈറ്റാണ് കേട്ടോ അതാ പോകുന്നത്, സൗദിക്ക് വേണ്ടിയിട്ടുള്ള. അങ്ങനെ അവസാനം അവളുടെ ഫ്ലൈറ്റും പോയി. അത് ശരിക്കും ഭയങ്കര ഒരു ഫീലിങ്സ് ആണ് കേട്ടോ, നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാര്യം പോവുകയാണല്ലോ, നമുക്കൊന്നും ചെയ്യാനില്ല, അവളങ്ങ് പോയി. ഇനിയിപ്പം നെക്സ്റ്റ് ഇയർ ആവണം അവൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഫീലാണ്. അത് ശേഷം പിന്നെ നമ്മൾ ഒത്തിരി നിന്ന് അവിടെ നിന്ന് ഇമോഷണൽ ആവാനൊന്നും നിന്നില്ല. നൈസായിട്ട് ഇറങ്ങി അവിടെ പാർക്കിങ്ങിൽ പോയി അമലൂട്ടൻ കാറൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ നമ്മൾ ഇറങ്ങി പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ പേയ്മെൻറ്റൊക്കെ നേരത്തെ ചെയ്തായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോന്നു. പിന്നെ പോകുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര ഇതായിട്ട് ശരിക്കും എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം, അടിമാലിൽ വന്ന് ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിൽ നമ്മളിതേ ഇവിടെ കോതമംഗലം ബൈപ്പാസ് റോഡാണുള്ളത്, ചോക്കോ ലോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ കയറി. എൻ്റെ പൊന്നെ, എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, നമുക്കറിയാവുന്ന ഒരു ചേട്ടൻ്റെ കടയായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ അവിടുത്തെ പഴംപൊരിയും ബീഫും. ഞാൻ ആക്ച്വലി പുറത്തുനിന്ന് ബീഫ് കഴിക്കില്ല, പക്ഷെ അത് അടിപൊളിയായിരുന്നു. എനിക്ക് ഒരു മടിയായിരുന്നു കഴിക്കാൻ, പക്ഷേ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ സൂപ്പറായിരുന്നു, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്കിപ്പോൾ പറയുമ്പോൾ വെള്ളം വരിക, അതുപോലെ തന്നെ അവിടുത്തെ പാൽ മുന്തിരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം. എനിക്ക് പാൽ ഒട്ടും ഇഷ്ടമല്ല, ഞാൻ ചുമ്മാ തന്നാൽ പോലും കഴിക്കില്ല, ഞാൻ ചായ പോലും കട്ടൻ ചായ കുടിക്കുള്ളൂ. ഞാനത് മൊത്തം കുടിച്ചു. അതുപോലെ കോക്ടെയിൽ, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നു അവരുടെ മെയിൻ. എനിക്ക് തോന്നുന്നു അവരുടെ ലൊക്കേഷൻ എന്തോ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്, പക്ഷേ ആ ഒരു ഏരിയയിലൊക്കെ തന്നെ അവർ കാണും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ടേസ്റ്റ് നോക്കി നമ്മൾ ആ ഒരു വൈബിനൊക്കെ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, വൈബ് അടിച്ചിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അവിടുന്ന് നേരമംഗലം പാലമൊക്കെ കയറി പോവാണ്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയാലോ, രാത്രിയിലും ഒക്കെ പണി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് പണി തീർക്കാനുള്ള പരിപാടിയാണ്. അതിനുശേഷം അടിമാലി വന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ